ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞ് ഐസ്ക്രീം സ്റ്റിക്ക് ഒരിക്കലും എടുത്ത് കളയരുതേ. നമുക്കത് വെച്ച് ഇഷ്ടം പോലെ ക്രാഫ്റ്റ് ചെയ്യാം. അതിലൊന്നാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് നിരത്തി നിരത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു സിക്സാഗ് പോലെ. എന്നിട്ട് അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് അതിന്റെ മേലെ വെച്ചു കൊടുക്കണം. വെച്ചിട്ടും ഒട്ടിച്ചാൽ മതി, അപ്പൊ ബാക്കിയുള്ള ഐസ്ക്രീം സ്റ്റിക്ക് എല്ലാം ഒട്ടിക്കിട്ടും. ഒരെണ്ണം മാത്രം പോരാട്ടോ, അപ്പൊ അത് ഒരു സൈഡിൽ മാത്രമേ നിൽക്കുള്ളൂ. വേറൊരെണ്ണം ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ വേറെ രണ്ടെണ്ണം ചെറുതും കൂടി ഞാൻ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. അങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒരു കാർഡ്ബോർഡ് പീസിൽ ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കണം. എന്നിട്ട് അതിന്റെ മേലെ വുളൻ ത്രെഡ് ഞാൻ ഇവിടെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇത് വുളൻ ത്രെഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ജൂട്ടാകുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. ഒരു വിന്റേജ് തീമിലേക്കൊക്കെ നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും. എന്റെ കയ്യിൽ അത്ര ജൂട്ടൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വുളൻ ത്രെഡ് തന്നെ ഉപയോഗിച്ചു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു കമ്പി മാത്രമല്ല, ഇതുപോലെ ഒരു മാസ്കിംഗ് ടേപ്പും കൂടി വേണം. ഈ മാസ്കിംഗ് ടേപ്പ് കമ്പിയുടെ മേൽ ഒട്ടിച്ചിട്ട് പുറത്തായിട്ട് വേറൊരു മാസ്കിംഗ് ടേപ്പും കൂടിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലെ ലീഫിന്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. സിമ്പിൾ അല്ലേ? അങ്ങനെ ഒരു 6 ഞാൻ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഗ്രീൻ കളറാണ്. അത് സാപ്പ് ഗ്രീൻ ഉപയോഗിച്ചിട്ട് ഞാൻ അതിന്റെ ഉൾഭാഗത്തായിട്ട് ഗ്രീൻ കളർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ ആ പുറത്ത് കുറച്ച് ഭാഗം കുറച്ച് വിട്ടിട്ട് വേണം കേട്ടോ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ആ ലീഫിന്റെ ഭംഗി വരുള്ളൂ. അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ട് വരാതെ അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ഒരു ജൂട്ടിന്റെ ബോയും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലീവ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ബാക്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ, ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റിക്കിനൊന്ന് അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതോടുകൂടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച സംഭവം റെഡിയായി. ഇതെങ്ങനെയുണ്ട്, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. കൂടെ സബ്സ്ക്രൈബും ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ.